അതിനൊരു കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് കൂടി വേണം. അതൊരു പക്ഷേ എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഒരു പടത്തിലും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അപ്പോൾ ഒരു അസിസ്റ്റ് ചെയ്യാതെ ഡയറക്ടർ ആവാൻ പറ്റും ചോദിച്ചു. അസിസ്റ്റ് ചെയ്യുക, എനിക്ക് സത്യം പറഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. അസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്വാളിറ്റി വേണം. ഒരു പടം അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ക്വാളിറ്റി വേണം. അതിനൊരു കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് കൂടി വേണം. അതൊരു പക്ഷേ എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം. ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു പക്ഷേ വിജയിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് വേണ്ടുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എനിക്ക് ആ ക്വാളിറ്റി ഒന്നും ഉണ്ടാവണം എന്നില്ല. എൻ്റെ ഈ പ്രായത്തിൽ ചിലപ്പം ഞാൻ കുറച്ചുകൂടെ യങ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തേനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്. അപ്പോൾ അസിസ്റ്റ് ചെയ്യാതെ ഒരു ഡയറക്ടറായി എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. അസിസ്റ്റ് ചെയ്ത് വരുന്നവൻ അതിൻ്റേതായ തഴക്കവും ഒക്കെ കാണും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കോർഡിനേറ്റ് ചെയ്യാനും ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് എന്താണ് വേണ്ടതെന്ന് പറയാനും, ഞാൻ എഴുതുമ്പോൾ തന്നെ ഷോട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഈ ഷോട്ട് ഇങ്ങനെ വേണമെന്ന് പറയാനും, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണെന്ന് പറയാനും, അതിൻ്റെ സ്റ്റേജിങ് ആണെങ്കിലും ബ്ലോക്കിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഡയറക്ടറിന് വേണ്ടുന്നൊരു ക്വാളിറ്റി. അല്ലെങ്കിൽ ഈ ഡയലോഗ് നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നൊരു ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള ആക്ഷനാണ് വേണ്ടത് എന്ന് പറയുക, എനിക്ക് ഇന്ന തരത്തിലാണ് ഈ ഫ്രെയിം വേണ്ടത് എന്ന് പറയുക. ഇതൊക്കെയാണ് ഒരു ഡയറക്ടറിന് വേണ്ടുന്നൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സാക്ഷാത്കരിക്കാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്.